ഓ അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നാളെ അനിയത്തെ കുട്ടിയെ കാണാൻ വന്നിട്ട് നല്ല ചൂടും ഉണ്ട്. എന്തൊരു ചൂടാ, കറുപ്പ് ഉണ്ടായോ. അതെ, എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ എന്തൊരു ചൂടാ. ആ സത്യം, എല്ലാം കഴിഞ്ഞ് കടന്നുറങ്ങാം. എന്താ അടുത്ത വർഷം നീ വീട്ടിൽ ഇരിക്കാൻ പോവാണോ? എന്തൊക്കെയാ മാറ്റം അനിയത്തി മോളെ. കുട്ടി അതല്ല ഉറങ്ങുവാണല്ലോ. കുളിച്ചങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ. മുത്തശ്ശൻ എവിടെ? മുത്തശ്ശൻ പുറത്തില്ലേ? നിങ്ങള് കണ്ടില്ലേ? മുത്തശ്ശനെ ലഹരിയാ അതെന്താ? പോയി നോക്ക് നിങ്ങള്, മനസ്സിലാവും. കൊറേ പേര് നമ്മളെ ഉപദേശിക്കുന്നല്ലേ, നമുക്ക് ഉപദേശിക്കാം. മുത്തശ്ശന് എന്ത് ലഹരിയിലാണാവോ, നോക്കാം. എന്റെ മുത്തശ്ശൻ എങ്ങനെയൊന്നും ചെയ്യില്ല എന്നായിരുന്നു എന്റെ ദേഷ്യം. മുത്തശ്ശനൊരു ലഹരിക്ക് അടിമപ്പെട്ടെന്ന് വിചാരിച്ചു. സത്യമാണോ? ആരാ പറഞ്ഞേ? അമ്മായി. അമ്മായി? അമ്മായി എന്താ പറഞ്ഞേ? മുത്തശ്ശൻ ലഹരിയിലാണ്. മുത്തശ്ശൻ ലഹരിയിലാണ്? നീ എന്താ ഉദ്ദേശിച്ചത്? മറ്റേ ന്യൂസിലൊക്കെ കാണൂലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ന്യൂസിൽ കാണുന്ന ലഹരിയില് ഞാൻ പെടാൻ വഴിയുണ്ടടാ. കണ്ട, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, മുത്തശ്ശൻ ഒരിക്കലും അങ്ങനത്തെ ലഹരി പെടില്ല. മുത്തശ്ശൻ ഒരു പഴയ നല്ല ചിന്താഗതിയുള്ളൊരു മുത്തശ്ശനാണ്. നീ സമയം നോക്കാൻ ഞാൻ മറന്നു. ഇനി അടുത്ത പറയുമ്പോ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. മുത്തശ്ശൻ ഒരിക്കലും അങ്ങനത്തെ ലഹരിക്കൊന്നും അടിമപ്പെടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ലഹരിയാണ്, നമുക്ക് പോയി നോക്കാം, എന്നിട്ട് ഉപദേശിക്കാം. വന്ന് നോക്കിയപ്പോ ലഹരി എന്ന് പറയുന്നത് പലതും ഉണ്ട്. മുത്തശ്ശന്റെ ലഹരി പുസ്തകമാണെന്ന് നമുക്ക് കണ്ടാലും അറിയാം. വായനയാണ്. വായനയിൽ കൂടി നല്ലൊരു സംസ്കാരം ഉണ്ടാവുക, വായനയിൽ കൂടി നല്ലൊരു സുഹൃബന്ധം ഉണ്ടാവുക, അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. ഇതിൽ കൂടി മറ്റേ ലഹരിയിൽ കൂടി ഉണ്ടാവും, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. രണ്ടും വ്യത്യാസങ്ങളുണ്ട്. ശബ്ദം ഒന്ന് തന്നെ, ലഹരി എന്ന് തന്നെയാണ് പേര് എല്ലാത്തിനും. മനസ്സിലായില്ലോ? ചിലർക്ക് സിനിമ കാണലായിരിക്കും. കുട്ടിക്കാലത്തൊക്കെ സിനിമ കാണലോ ലഹരിയാണ്. മനസ്സിലായല്ലോ? അതൊക്കെ ഈ രാജീവ് ശിവശങ്കരന്റെ സത്യം, പടം എന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു വിചാരിച്ചാൽ നമ്മളെപ്പോലുള്ള വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ലൊരു ഉഷാറുണ്ടാവും. കാരണം പഴയ സിനിമയുടെ സംഭവങ്ങളൊക്കെയാണ്. ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള, ഇപ്പൊ പേപ്പറിലും അതിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ലഹരിക്ക് അടിമയാവില്ല. എൻ്റെ ലഹരി പുസ്തകമാണ്. അതിനിപ്പം എത്ര വില കൊടുത്താലും ശരി പുസ്തകം വാങ്ങും, വായിക്കും. ചില സുഹൃത്തുക്കൾ പുസ്തകം എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരും, അത് വായിക്കും. അത് വായിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ ലഹരി. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, വായിച്ചു തീർത്തതും വായിക്കാൻ പോകുന്നതുമായ പുസ്തകങ്ങളൊക്കെയാണ്. അതിൽ ഓരോന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് പടം, ശിവശങ്കർ. അതിന് മുമ്പേ വായിച്ചാണ് സത്യം, അതിന് മുമ്പേ വായിച്ചാണ് മഹാഭാരത, അത് കഴിഞ്ഞ് ബംഗ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുസ്തകങ്ങളൊക്കെ? അവിടെ പുസ്തകങ്ങൾ എൻ്റെ അടുത്തല്ലേ വന്നിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലേ? സ്കൂള് പൂട്ടിയ സമയത്ത് ഇതേമാതിരിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്കുണ്ടാവണം. ഈ പുസ്തകം നിങ്ങൾക്ക് ആദ്യം വായിക്കണമെങ്കിൽ ആദ്യം കുട്ടികളുടെ പുസ്തകങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞിട്ട് മെല്ലനെ 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 വേണം വായിക്കാൻ. അല്ലാതെ കണ്ട് വായന ഒരു എളുപ്പമാണ് എന്നുള്ളത് തോന്നരുത്. മിക്ക ആൾക്കാരും ആദ്യം വായിച്ചത് എന്താ അറിയോ? മുട്ടത്ത് വർക്കിയിലെയോ കാനമ്പിഞ്ചേരി ആയിരിക്കും. അവരത് പറയാറില്ല, പാടാത്ത പൈങ്കിളി അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാത്തവര് ഇല്ല. വായനാശീലം വളർത്തിയതാണ് മുട്ടത്ത് വർക്കിയും കാനം കോട്ടയം ആഴ്ചപ്പതിപ്പുകളൊക്കെ തന്നെ മലയാള വായനയെ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു സംഭവമാണ്. മനോരമ, മംഗളം ഒക്കെ ഉള്ളത്. കുറേയൊക്കെ പോയി ഇപ്പോൾ മനോരമ മാത്രമേ ഉള്ളൂ. അതിലൊക്കെ മുമ്പ് കാലത്തെ എഴുത്തുകളാണ് ചെമ്പിൽ ജോണ്, മനസ്സിലായില്ലോ? ഇപ്പോ ഈ പറഞ്ഞ മാതിരി കാനം മീജെ, മുട്ടത്ത് വർക്കി, തോമസ് ടി അമ്പാട്, കോട്ടയം വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞത്. ഇവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെന്നൊരു മോശമാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ അതല്ല, വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എം ടി, സി രാധാകൃഷ്ണൻ,
കുഞ്ഞബ്ദുള്ള, മുകുന്ദൻ, അങ്ങനെ 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 വായിച്ചിട്ട് ഇങ്ങനെ വരും. അതിനിടയിൽ കുറെ എഴുത്തുകാരുണ്ട്, അറിയപ്പെടാത്തതും അറിയാവുന്നതുമായിട്ടുള്ള കുറെ എഴുത്തുകാരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ വായിച്ച് പിന്നീട് പോകുമ്പോൾ നമുക്ക് വേറൊന്നിനും പിന്നെ തോന്നില്ല. ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് വേറൊരു പുസ്തകം വേണം തോന്നും. അതിൽ ചില പുസ്തകം നമുക്ക് വായിക്കാൻ സ്പീഡ് തോന്നില്ല, അത് മാറ്റി വെച്ചു, വേറൊരു പുസ്തകം എടുത്തു. അത് ഏത് പുസ്തകവും ആവാം, എല്ലാ പുസ്തകവും വായിക്കണം. ആധ്യാത്മികപരമായിട്ടുള്ള പുസ്തകങ്ങളും വായിക്കണം, വിവർത്തനവും വായിക്കണം, ഒക്കെയാണ്. പിന്നെ നിങ്ങളൊക്കെ വലിയ കോളേജ് തലത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ വായന ലെവലൊക്കെ ഒന്ന് മാറും. ഏതിനും ഒരു അടിസ്ഥാനം വേണമല്ലോ. ആ അടിസ്ഥാനം ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് ലളിതമായ വായനയിൽ കൂടി വന്നിട്ട് ഗൗരവമായ വായനയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുസ്തകം തരികയാണ്. മനസ്സിലായല്ലോ? ഗുണപാഠ കഥകൾ, മനസ്സിലായോ? പിന്നെ സാരോപദേശ കഥകൾ. ഞാൻ ആരെങ്കിലും ഉപദേശിക്കാൻ തയ്യാറല്ല, എന്നാലും നിങ്ങൾ എൻ്റെ കുട്ടികളായതുകൊണ്ട് വളർന്ന് വലുതായി എൻ്റെ ഒരു പിൻഗാമി വായനക്കാരനായി വരട്ടെ എന്ന് ഞാൻ ഇതാവുന്നു. ഗുണപാഠ കഥകൾ കൊടുക്കണം, നിനക്കിതാ സരോപദേശ കഥകൾ വരണം, എല്ലാം മിടുക്കനാവണം. പറഞ്ഞപ്പോ അടിപൊളിയായിരിക്കും. ഞാൻ ഓടിപ്പോയി വായിക്കട്ടെ, എനിക്ക് ഇനി കേൾക്കാനും തീർക്കാനും സമയമില്ല, ഞാൻ വായിക്കട്ടെ.